ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഇത് ദൂരെ നിന്ന് കണ്ടിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ, ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങുന്നത്. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഒന്ന് മുറിച്ച് നോക്കാം, മുറിച്ചിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാവേ. അതിനകത്ത് നല്ല പിങ്ക് കളറായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അവർ. നല്ല ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞ് തന്നു. പക്ഷേ ഇതെങ്കിൽ അലർജിയോ പുറത്തുള്ള ഫ്രൂട്ടായതുകൊണ്ട് പേടിയായിരുന്നു വാങ്ങിക്കാൻ. എന്തായാലും നോക്കട്ടെ, വാങ്ങിച്ച് കഴിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായെങ്കിലും പിന്നീട് പറയാം കേട്ടോ. ഇന്ന് കഴിക്കാൻ തുടങ്ങുക. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇത്? ഇതെങ്ങനെ കള്ളിമുള്ളി ചെടി പോലത്തെ ഒരു ചെടിയാണെന്ന് തോന്നുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ടേസ്റ്റിയാണെന്നൊക്കെയാണ് പറയുന്നത്. നെടുകെ മുറിച്ചപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്ലാന്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭംഗി പോലെ രുചിയുണ്ടോയെന്ന് അറിയത്തില്ല. നിറയെ കുഞ്ഞ് കറുത്ത കുരുക്കളുണ്ട്. പിന്നെ നല്ല കളറ് കണ്ടിട്ടപ്പോൾ അവർ പറഞ്ഞ പോലെ നല്ല ഡാർക്ക് വയലറ്റ് കളറൊക്കെയാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് പറയാം. നമ്മൾ മുറിച്ച് പീസാക്കിയിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഒരു കത്തി കൊണ്ട് ചുറ്റും നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ തോടിൽ നിന്ന് ഇത് ഇളകി വരും, കണ്ടോ? അപ്പോൾ ഇതാണ്. പക്ഷേ ഈ പറയുന്ന വലിയ രുചിയൊന്നും ഇതിന് തോന്നുന്നില്ല, മധുരമൊന്നും തോന്നുന്നില്ല. മധുരം കിനിയെന്നൊക്കെ അവർ പറഞ്ഞു. എന്തും മധുരം ഒരു കിനിയിലും കണ്ടില്ല. പിന്നെ ഇതിൻ്റെ കുഞ്ഞു കുരുക്കൾ നട്ടാൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നല്ല വിലയുണ്ട്. ഒരു ഫ്രൂട്ടിന് 90 രൂപ വാങ്ങിച്ചു. അപ്പം നല്ല വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ വിറ്റാമിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. അത് ഏതൊക്കെ വിറ്റാമിൻസ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു, എല്ലാവർക്കും കഴിക്കാവുന്നതാണോ, ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഇതിങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് സ്ലൈസ് ചെയ്യാം, കട്ടിയൊന്നുമില്ല. വളരെ കാണാനും ഒക്കെ നല്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇതുപോലെ പുഡിങ് പോലെ ഇരിക്കുന്നു. അതാണ്. അപ്പം ഇതിനി വാങ്ങിച്ചാൽ ഇങ്ങനെ വലിയ മധുരം ഉണ്ടെന്ന് ഓർത്തുകൊണ്ടൊന്നും വാങ്ങിക്കണ്ട. വൈറ്റമിൻ്റെ കലവറയാണോന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങുക. ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ, ശരി എന്നാൽ.